ഹലോ, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായൊരു ചിക്കൻ കറിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചപ്പാത്തി, അപ്പം, ഗീ റൈസ്, കുബൂസ് എന്നിവയുടെയൊക്കെ കൂടെ നല്ല രുചിയിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മുഗളായി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത്. ഒരേ കറിയൊക്കെ ട്രൈ ചെയ്തും മടുത്തവർക്ക് ട്രൈ ആക്കാൻ പറ്റിയ ഒരു കിഡിലൻ റെസിപ്പിയാണിത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പി എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ലൊരു റിച്ച് ടേസ്റ്റും ആണ് ഈ ഒരു കറിക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നിങ്ങൾ അതിൽ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതാദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം തൈരും കൂടെ ചേർത്ത് നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയം തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഒരുപാട് സമയം മാറ്റി വെക്കണം എന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു സമയം വരെയെങ്കിലും നമ്മൾ ആ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത് ഈ ഒരു റെസിപ്പിയിൽ. ഇനി നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് അതൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നാൽ നമുക്കിതിലോട്ടൊരു 12 കാഷ്യൂസ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളിയും കാഷ്യൂസും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെയും കാഷ്യൂസിൻ്റെയും ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ അത് മാറ്റി വെച്ച് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സെയിം പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇരുവശവും നമുക്ക് 5 മിനിറ്റ് വീതം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പിയിൽ വളരെ കുറച്ച് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിലിയാണ് കറി വേണ്ടതെങ്കിൽ കുറച്ച് ഓയിൽ അധികം യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ ഇരുവശവും നല്ലപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ നിന്നും ഞാൻ ചിക്കൻ മുഴുവനായിട്ടും മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഓയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഓയിലിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു തക്കാളിയുടെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനിലൊക്കെ നല്ല പോലെ നമ്മുടെ മസാല പിടിച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തതാണ്. നമുക്ക് കറിയിലോട്ടുള്ള ഉപ്പ് മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഓണിയൻ പേസ്റ്റ് ഉണ്ടല്ലോ, ഓണിയൻ കാഷ്യൂ പേസ്റ്റ്, അതും കൂടെ ചേർത്തിളക്കി ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ഓണിയൻ കാഷ്യൂ പേസ്റ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ചിക്കനിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച്
ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ച് അടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. കട്ടയോടുകൂടെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ മറക്കരുത്. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്കൊരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. കറിയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് 15 മിനിറ്റിനടുത്ത് കുക്കായിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഒരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കറി ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കസൂരി മേത്തി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഈ ഒരു സമയം ചേർത്ത് ഒരു 2 ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കറി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ചൂടോടെ തന്നെ ഈ ഒരു കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറിയിൽ യൂസ് ചെയ്തിട്ടുള്ള കാഷ്യൂസ്, അതുപോലെ ഓണിയന്, അതുപോലെ തന്നെ കസൂരി മേത്തി, ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുഗളായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.